ഈ ദുരന്തമുണ്ടായതിനു ശേഷം NBTC-യുടെ ഒരു ഔദ്യോഗികമായ പ്രതികരണം നേരിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ NBTC-യുടെ ഉടമയും മലയാളിയുമായ KG ഇബ്രാഹിമിന്റെ മകൻ ഷിജി ഇബ്രാഹിം, അദ്ദേഹം ഡെപ്യൂട്ടി മാനേജറാണ്, മാനേജിംഗ് ഡയറക്ടറാണ് NBTC-യുടെ. അതുപോലെ ഈപ്പൻ, അദ്ദേഹം KGA ഗ്രൂപ്പിന്റെ ഡയറക്ടർ കൂടിയാണ്. വാസ്തവത്തിൽ എന്തുകൊണ്ട് ഈ ദുരന്തം സംഭവിച്ചു? ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഒരു ഇൻസിഡന്റ് വന്നത്, അത് കാരണം ഇത് ഇഷ്യൂ വന്നത്. അത് ഒരു അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് വന്നത് ചൂടും ആയതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞ് അവർ പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഷോർട്ട് സർക്യൂട്ട് തന്നെയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഷോർട്ട് സർക്യൂട്ട് കാരണം ഉണ്ടായ സ്മോക്ക്, ഇതൊരു സെൻട്രലി എയർ കണ്ടീഷൻഡ് ബിൽഡിംഗ് ആണ്, വർക്കേഴ്സിന്റെ ക്യാമ്പാണെന്ന് പറഞ്ഞാൽ സെൻട്രലി എയർ കണ്ടീഷൻ ഒരു ബിൽഡിംഗ് ആണ്. ഇതിന്റെ ഡക്റ്റ് വഴി ഈ സ്മോക്ക് മേളിലോട്ട് പോയി ഓരോ റൂമിലും പോയി ഉണ്ടായൊരു ദുരന്തമാണ്. എന്താ പറയുന്നത്, ഭയങ്കര നിർഭാഗ്യകരമായി പോയി. ഞങ്ങൾ ആ കുടുംബങ്ങളോട് കൂടെ കാണും. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാ രീതിയിലും ഞങ്ങളത് ചെയ്ത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടെ തന്നെ നിർത്തും. ഈ അവിടുന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് വേണ്ടത്ര അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതും തീർത്തും തെറ്റാണ്. കാരണം ഈ എല്ലാ വർഷവും 1-2 തവണ മുനിസിപ്പാലിറ്റിയുടെ കർശന പരിശോധനകൾ നടക്കുന്നുണ്ട്. ആ പരിശോധനയുടെ വെളിച്ചത്തിൽ മാത്രമേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ളത് കണ്ടിന്യൂ ചെയ്യാനൊക്കത്തുള്ളൂ. അത് കറക്റ്റായിട്ട് പോയതാണ്. ഈ ഏതോ ബേസ്മെൻറ്റിൽ നമ്മുടെ സെക്യൂരിറ്റി റൂമിൽ മൊബൈൽ ചാർജർ കുത്തിയിൽ നിന്നുള്ള സ്പാർക്കിൽ നിന്നുണ്ടായ ചെറിയ അഗ്നിയാണ് ഈ വലിയ രീതിയിൽ ഇങ്ങനെ കലാശിച്ചത്. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഫോറൻസിക് റിപ്പോർട്ടിലും അവരങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് മതിയായ അഗ്നി സുരക്ഷാ സംവിധാനങ്ങളില്ല. അതുകൊണ്ടാണ് ഇത്ര സഫോക്കേഷനിലൊക്കെ ഇത്ര ആൾക്കാർ മരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ചാടി മരിക്കേണ്ടി വരുന്നത്. രക്ഷപ്പെടാൻ വേണ്ടി ചാടിയാണ് മരണത്തിന് കാരണമായത്. അങ്ങനെയാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പം അതൊരു അവരുടെ സർക്കാരിന്റെ അവിടുത്തെ പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാദങ്ങൾ വരുന്നത്. അത് സർക്കാരിന്റെ പോലീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കത്തില്ല. ഓരോരുത്തർക്ക് അവർക്ക് മനസ്സിൽ തോന്നുന്നതും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പറയുന്നതിനകത്താണെന്നാണ് ഞങ്ങൾക്കും മനസ്സിലായത്. ഞങ്ങളും അതിനകത്ത് വളരെ ഉത്കണ്ഠാകുലരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോലീസിന് വേണ്ട എല്ലാ സഹകരണങ്ങളും സപ്പോർട്ടും ചെയ്തു കൊടുത്ത് അവർ ശരിയായ രീതിയിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്, അവരുടെ നിയമങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. എല്ലാ മിഡിൽ ഈസ്റ്റ് കൺട്രികളും വളരെ ശക്തമായ ഈ സുരക്ഷിത സംവിധാനത്തിൽ അവർ ഊന്നൽ നൽകുന്നവരാണ്. അതുകൊണ്ട് അതിനകത്തൊന്നും നമുക്ക് വിട്ടുവീഴ്ചയ്ക്ക് സാധ്യമില്ല, അതിനുള്ള സാധ്യതയുമില്ല. പോലീസ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇങ്ങനെയാണ്. ഈ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻസ് ഉണ്ടായിരുന്നു? ഉണ്ട്, യെസ്. അത് അപ്രൂവ്ഡ് ആയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പാണ്. അത് നിയമപരമായിട്ട് അങ്ങനെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം തീ പിടിച്ചിട്ട് ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ പോയത്? അത് ഈ സ്റ്റെയർ കേസിൽ കൂടെ വന്ന് അവർക്ക് ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു റൂട്ട് ഇല്ലായിരുന്നു. അത് തീ അടിയിൽ വന്ന് അത് ഇറ്റ് വാസ് എൻഗൾഫിങ് ദ ഹോൾ ബിൽഡിംഗ്. അത് വലിയൊരു തീ അല്ലായിരുന്നു. അതൊരു നോർമൽ ഒരു ഫയർ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ സ്മോക്ക് കാരണം എല്ലാവരും ബ്രീത്ത് ചെയ്യാനുള്ള അവർ കാർബൺ മോണോക്സൈഡ് ആയിരുന്നു ഇൻഹേൽ ചെയ്യുന്നത്. വെളുപ്പിനെ വളരെ വെളുപ്പിനെ എല്ലാവരും ജോലി കഴിഞ്ഞ് നമ്മളെപ്പോലെ എയർ കണ്ടീഷനിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇവരാരും ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. ഈ സ്മോക്ക് വന്ന് ഈ ഡക്റ്റിൽ കൂടെ റൂമുകളിൽ വന്നപ്പോഴാണ് മാത്രം ഇവർ അറിയുന്നത്. അപ്പം നാച്ചുറലി ഒരു ശക്തമായ സ്മോക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു വലിയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പം നമുക്ക് സ്ഥലകാലബോധമൊക്കെ ഉണ്ടാകാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണുമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു. അപ്പം പെട്ടെന്ന് ഓടി ഇറങ്ങുമ്പോൾ സ്റ്റെയർ കേസിൽ കൂടെയാണ് കൂടുതലായിട്ട് സ്മോക്ക് വന്നിട്ട് അങ്ങോട്ട് പോകാതെ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ചിലർ ഈ വിൻഡോസിൽ കൂടെ എടുത്ത് ചാടി, ചിലർ ഒത്തിരി പേര് രക്ഷപ്പെട്ടു. 1-2 പേരൊക്കെ അങ്ങനെയും ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഈ ഫയർ എക്സിറ്റ് ഉണ്ടായിരുന്നില്ലേ? സാധാരണ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ രക്ഷപ്പെടാനായിട്ട് ഫയർ എക്സിറ്റ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്, അതുണ്ട്. പക്ഷേ ആ ഫയർ എക്സിറ്റിലെല്ലാം സ്മോക്ക് ആയിപ്പോയി. അപ്പൊ അങ്ങോട്ട് വരാനൊക്കെ അങ്ങനെ അതിലെ വന്നവര് ഈ സ്മോക്ക് കാരണം
മറിഞ്ഞ് വീണ കേസ് പലതുണ്ടെന്ന് പോലീസുകാർ പറഞ്ഞു. ആ വഴിയിലൊക്കെ 1-2 പേര് വീണ് കിടന്നിരുന്നു. ശരിക്കും ഈ കമ്പനിയുടെ ഇപ്പം വാർത്തകൾ വരുന്നതനുസരിച്ച് ഈ കമ്പനിയുടെ ഉടമയും സെക്യൂരിറ്റി ഓഫീസറെയൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിട്ടു എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ആരാണ് ഈ കമ്പനിയുടെ ഉടമ? അവിടുത്തെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? അവിടെ ഈ NBTCയുടെ ഓണർ ആരാണ് ശരിക്കും? ഓണർ നമുക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, പിന്നെ പല ഡിവിഷൻസ്. ഈ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ചെയർമാൻ എന്ന് പറയുന്ന അവിടുത്തെ നമ്മുടെ സ്പോൺസർ അറബിയാണ്. മാനേജിംഗ് ഡയറക്ടറാണ് KG എബ്രഹാം. അവിടുത്തെ ബിസിനസ് സംവിധാനം അനുസരിച്ച് അവിടെ ഒരു ലോക്കൽ പാർട്ട്ണർ വേണം ആ കമ്പനി നടത്തണമെന്നുണ്ടെങ്കിൽ. ആ ഇതിൽ അങ്ങനെ ഒരു ലോക്കൽ അറബി ഉണ്ട്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹമാണ് അതിൻ്റെ ചെയർമാൻ. 40 വർഷത്തിൽ കൂടുതലായിട്ട് നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. KG എബ്രഹാമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. ഗൾഫിലെ എല്ലാ സുരക്ഷിത സംവിധാനങ്ങളും നമ്മൾ ശക്തമായിട്ട് തന്നെ നോക്കി നടത്തി ഈ ഒരു ലെവലിലോട്ട് ഈ കമ്പനി വന്നതിൻ്റെ കാര്യം തന്നെ നമ്മുടെ ഈ സുരക്ഷിത കാര്യങ്ങളിലും നമ്മുടെ വർക്ക്മാൻഷിപ്പും അത്ര മെച്ചമായതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു ദുരനുഭവം നമ്മൾ നിർഭാഗ്യകരമായ രീതിയിൽ ഉണ്ടായി. ഇതിന്റെ ഉടമകളെ അറസ്റ്റ് ചെയ്യാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പൊ അത് KG എബ്രഹാം ആ പരിധിയിൽ വരുമോ? അങ്ങനല്ല. ആക്ച്വലി ഇവരെ എല്ലാം അന്നേരം അവൈലബിൾ ആയിട്ടുള്ള കമ്പനി ഭാരവാഹികളെ വിളിച്ചു. നമ്മുടെ പല സീനിയർ എക്സിക്യൂട്ടീവ്സും മാനേജേഴ്സും പോയി. അവരുടെ അന്വേഷണത്തിൽ നമ്മളെല്ലാം പങ്കാളികളായി. അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ വിട്ടയച്ചു. ഇതുവരെ ആരും അറസ്റ്റിലായിട്ടില്ല? ഇല്ല. അത് പ്രത്യേകിച്ച് ഈ പോലീസ് അന്വേഷണത്തിന്റെ ശേഷം ഈ ഫോറൻസിക്കിന്റെ റിപ്പോർട്ടും ഒക്കെ അനുസരിച്ച് ഇതൊരു ഫയർ സ്പാർക്ക് ഉണ്ടായതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. പിന്നെ NBTC എന്ന കമ്പനി ഈ കുവൈറ്റ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലല്ല, കുവൈറ്റ് 40 വർഷമായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർ പണ്ട് മുതലേ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ബിൽഡിംഗ് ഒരു മോഡൽ ബിൽഡിംഗ് ആണ്. ഈ വിദേശകാര്യ മന്ത്രികളും മറ്റ് മന്ത്രിമാരും ഒക്കെ വരുമ്പം നമ്മളോട് പെർമിഷൻ ചോദിച്ചിട്ട് സന്ദർശിക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത്. അംബാസിഡേഴ്സ് പുതിയതായിട്ട് ഇതിന് ചാർജ് എടുക്കുമ്പോഴത്തേക്ക് ക്യാമ്പ് സന്ദർശിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ക്യാമ്പാണ് വരുന്നത്. ഈ ഇതിനും മറ്റു കെട്ടിടങ്ങൾക്കൊപ്പം ഇതിനും അഗ്നി സുരക്ഷാ സംവിധാനങ്ങളില്ലാന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. അതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യാൻ എനിക്ക് അർഹതയില്ല. കാര്യം അത് പോലീസാണ് പറയുന്നത്. KG എബ്രഹാം എവിടെയാണുള്ളത്? KG എബ്രഹാം ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാണ്. അദ്ദേഹം നാട്ടിലുണ്ട്. ഈ കല്യാണത്തിന് വന്ന് അന്വേഷണം അവിടെ ഹാജരാകാൻ പറഞ്ഞിട്ടില്ല? ഇല്ല, പറഞ്ഞിട്ടില്ല. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് NBTC? പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ നമുക്കത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. നമ്മൾ ഉത്തരവാദിത്തം എടുക്കുന്ന ഒരു കമ്പനിയാണ്. ഈ നിർഭാഗ്യമായിട്ട് ഈ സംഭവിച്ച കുടുംബാംഗങ്ങൾക്ക് നമ്മളെല്ലാ വേണ്ട രീതിയിലുള്ള സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു മരണത്തിൻ്റെ ക്രിയകൾക്ക് വേണ്ടി നമ്മൾ ഒരു ക്യാഷായിട്ട് എല്ലാ വീടുകളിലും ഇന്ന് രാവിലെ തന്നെ എത്തിച്ചു കഴിഞ്ഞു. പിന്നെ ആദ്യ ഗഡുവായിട്ട് നമ്മൾ 8 ലക്ഷം രൂപ അത് കൊടുക്കാനുള്ള എല്ലാവർക്കും 8 ലക്ഷം രൂപ വീതം എല്ലാവർക്കും മരിച്ചുപോയ എല്ലാ വീട്ടുകാരുടെ ബന്ധുക്കൾക്ക് ഞങ്ങൾ 8 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇഞ്ചുറി ആയിട്ട് ഉള്ളവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഉടനെ അത് നോക്കും. ഇൻഷുറൻസ് സംവിധാനങ്ങൾ വല്ലതും ഉണ്ടോ? കമ്പനി ഏർപ്പെടുത്തിയിരിക്കുന്നു. കമ്പനി എല്ലാ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. അഡീഷണൽ ആയിട്ട് ഞങ്ങൾ ഒരു പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അവർ ഞങ്ങൾ ആ കുടുംബാംഗങ്ങളെ കൂടെ ചേർത്ത് നിർത്തും. ഇപ്പൊ ഈ KG എബ്രഹാമിന് ഒരു അറസ്റ്റ് ത്രെട്ട് ഉണ്ടോ? ഇല്ല. അത് അദ്ദേഹം ഇവിടെയാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല. ആ ലേറ്റസ്റ്റ് ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് ആ സ്പാർക്ക് ആണ് അതിന്റെ റൂട്ട് കോസ്. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ എനി ടൈം. ഇതുവരെ ആരും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടില്ല. അന്വേഷണ സംബന്ധമായിട്ട് നമ്മളെ അവിടെയുള്ള എക്സിക്യൂട്ടീവ്സിനെയൊക്കെ വിളിപ്പിച്ചിരുന്നു. അവരെ വിളിച്ചു, അന്വേഷിച്ചു. അതിനുശേഷം എല്ലാവരും അവർ സാധാരണ എല്ലാ നമ്മുടെ നാടുകളിലുള്ള പോലെ തന്നെ അന്വേഷണത്തെ വിളിപ്പിക്കും. വേണ്ട രീതിയിലുള്ള അന്വേഷണം എല്ലാം കഴിയുമ്പോൾ അവരെല്ലാം തിരിച്ച് ഓഫീസുകളിൽ വന്ന് ജോലി ചെയ്യുന്നു. ഇപ്പൊ ഈ KG എബ്രഹാമിനെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടില്ല ഇതുവരെ? ഇല്ല. ഈ ഒരു ദുരന്തം പുള്ളിയെ സംബന്ധിച്ച് ഒരു ജോലിക്കാര് ഏത് ലേബറാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾക്കൊരു ഫാമിലി കൺസെപ്റ്റാണുള്ള ഒരു ഫാമിലി കൺസെപ്റ്റാണ്. ഞങ്ങൾ ഒരു
ഒരു 10-25 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഞങ്ങൾക്കൊരു 2 കുടുംബ സംഗമം തന്നെ ഉണ്ട്. എല്ലാ കുടുംബാംഗങ്ങളെയും അവരുടെ ഫാമിലിയെയും വിളിച്ച് ഞങ്ങളെല്ലാം ഒരു 2 ദിവസം നമ്മൾ എല്ലാവരുമായിട്ട് സഹകരിച്ച് സന്തോഷിച്ച് പിരിയുന്ന ഒരു കുടുംബമാണ്. കമ്പനിയെക്കാട്ടിലും കൂടുതൽ ഞങ്ങളിതൊരു കുടുംബമാണെന്ന് പറയുന്നതായിരിക്കും ശരിയായ വാക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വളരെ ഷോക്കിലാണ് അദ്ദേഹം. അപ്പോൾ ഇതാണ് NBTC കമ്പനിയുടെ ഔദ്യോഗികമായ പ്രതികരണം. ക്യാമറാമാൻ ആന്റണി ഗിരിഗിരിക്കൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.